അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. ഞാൻ ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുത്താം. അഷ്റഫ് തണൽ വാഴക്കാട്. അപ്പോൾ ഞാനിപ്പോൾ ലൈവിൽ വരാനുണ്ടായ കാരണം മറ്റുമൊന്നുമല്ല. ഞാൻ ഒരുപാട് പ്രശ്നത്തിൽ അകപ്പെട്ട് കുടുങ്ങി ഒരുപാട് വിഷയത്തിൽ ബിസിനസ് ആയാലും ഒരുപാട് ആയിപ്പോയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് റിമൂവായി വരുന്നേ ഉള്ളൂ. പക്ഷേ ഇനിയൊരു മനുഷ്യന് ബിസിനസ് രംഗത്തായാലും പാർട്ണർഷിപ്പ് രംഗത്തായാലും അതുപോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും ഒരു കുട്ടി കേരളത്തിൽ കുടുങ്ങാൻ പാടില്ല. ഇത് നിങ്ങൾ കേട്ട് ഞാൻ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ ഞാനൊരു ബുക്ക് വായിച്ച് പഠിച്ചതല്ല, വിദ്യാഭ്യാസമല്ല. ഇത് എൻ്റെ അനുഭവ കഥകളാണ്. എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം, എങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത്, എങ്ങനെ നമ്മുടെ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദിവസവും 2 മിനിറ്റ് 2 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ 2 മിനിറ്റ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ചിലപ്പം 2 പതിറ്റാണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ വന്നതാണ്, അല്ലെങ്കിൽ ലക്ഷങ്ങൾ പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടാം. അത്രയും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എങ്ങനെ കുടുങ്ങി, എങ്ങനെ അതിൽ നിന്ന് റിമൂവ് ആയി, വീണ്ടും എങ്ങനെ കുടുങ്ങിപ്പോകുന്നു എന്നുള്ളത് എനിക്ക് അറിയാം. അതുകൊണ്ട് മറ്റുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രവാസികളാണ് കൂടുതലായിട്ട് കുടുങ്ങിപ്പോകുന്നത്. കുടുങ്ങിപ്പോകുന്നതിന് കാരണം പ്രവാസി ജീവിതം കഴിഞ്ഞു തിരിച്ച് നാട്ടിലെത്തുമ്പോൾ എല്ലാവരും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും ഒരു മോഹം. എന്താണ് മോഹം? ആ മോഹം പൂവണിയാൻ വേണ്ടിയിട്ട് അപ്പം കിട്ടുന്ന സ്നേഹിതന്മാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവസ്ഥ മനസ്സിലാക്കാതെ നമ്മൾ എന്തെല്ലാം ബിസിനസ്സുകൾ ചെയ്തു പോകുന്നു, അബദ്ധങ്ങൾ മാത്രം ചെയ്തു പോകുന്നു. ഏതൊരു പരിപാടി നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് ശരിക്ക് അറിവ് വേണം, പഠിക്കണം. പഠിക്കാത്തൊരു ബിസിനസ്സോ പഠിക്കാത്തൊരു പ്രവൃത്തിയോ പഠിക്കാത്ത ഇഷ്ടപ്പെട്ടുള്ള ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കഷ്ടപ്പെട്ട ജോലി ചെയ്യരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാവുമ്പോഴുള്ള മെച്ചം അതിന് ഒരു ദീർഘായുസ് ഉണ്ടാവും. കഷ്ടപ്പെട്ടതാവുമ്പോൾ, ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോൾ നമുക്കതിന് വല്ലാതെ ലൈഫ് ഉണ്ടാവില്ല. അത് മനസ്സിലാക്കണം. എൻ്റെ ശൈലിയും സംസാരമൊക്കെ നാടൻ സ്റ്റൈലായിരിക്കും, ക്ഷമിക്കണം. എനിക്ക് പറയാനുള്ളത്, നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് 2 മിനിറ്റ് എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരുപാട് അനുഭവ കഥകൾ, ഈ സമൂഹത്ത് നടക്കുന്ന അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക്